ഐ എം ചാർലി. മാമച്ചൻ. മാമച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ അപ്പം മരിച്ചപ്പോ എന്നെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാള് മാമച്ചന. ഒരുപാട് അന്വേഷിച്ചല്ലേ. മാമച്ചൻ അറിയാലോ എനിക്ക് ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന്. അതുകൊണ്ട് എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് മാമച്ചൻ എനിക്ക് കല്യാണം നടത്തി തന്നെ. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? കാണാം. ഇനിയിപ്പൊ എന്നാടാ ചെയ്യാ? ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നു. ഇനിയിപ്പൊ പന്തലിടണം, ആൾക്കാരെ വിളിക്കണം. ചാർലിയെല്ലാം മാമച്ചനെ ഏൽപ്പിച്ചേക്കുന്നേ. പോയി വിളിക്കേണ്ടവരെ മാമച്ച പോയി തന്നെ വിളിക്കണം. ചിലർക്ക് ഫോണിൽ വിളിച്ചാൽ ഇഷ്ടപ്പെടില്ലെന്നേ. അമ്മച്ചി നിന്റെയൊക്കെ തന്തയ്ക്കാ വിളിക്കേണ്ടത്. നമുക്ക് ഡൽഹി വരെ പോയാലോ? നിന്റെ അപ്പനെ കെട്ടിക്കാനോ? എനിക്ക് ഡൽഹി പോകാനുള്ള കൊതികൊണ്ടൊന്നല്ല, അവള് തിരിച്ചുപോയി. അറിഞ്ഞില്ലേ? ആ സോപ്പം തരോ? ഇത് വെച്ച് വരച്ചാ മതി. ചെരിപ്പോ? അതെ, അവിടെ ചെന്ന ചാർലിയെ അവളുടെ അപ്പനെ ഒന്നും പേടിക്കണ്ട. കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. എനിക്ക് തോന്നി നടക്കുന്ന കേസുകളെന്നാ. സാലി ഒന്ന് വിളിക്കണം. ചേട്ടായിയെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിട്ട് ചേട്ടായി ഒന്നും മിണ്ടി പോലുമില്ലല്ലോ. കൊച്ചുറങ്ങിയോടി. ആ, ഞാനേ ഒരു കാര്യം പറഞ്ഞ കടിച്ചു കയറാൻ വരുവോ? നീ പറ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തെക്കേലെ ജിമ്മിച്ചന്റെ കല്യാണം ഉറപ്പിലായിരുന്നു. അവർ ഇന്റർനെറ്റിൽ പരസ്യം കൊടുത്തിട്ടേ 2 ആഴ്ച കൊണ്ട് ആലോചനകൾ എത്രയും വന്നെന്നറിയാവോ? നമുക്കും അതുപോലത്തെ ഒരു പരസ്യം കൊടുത്താലോ? അവൻ എത്ര വയസ്സുണ്ട് ഇപ്പം? 26. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ചേട്ടാ, ഞാൻ ചോദിച്ചതിന് ബാക്കി പറ. എടീ, എനിക്ക് വയസ്സ് 26 അല്ല. നീ പോയിട്ട് 2 ഷർട്ടും മുണ്ടും തേച്ചു വെക്കേ. നാളെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ട് എങ്ങാണ്ടോ പോകാനുള്ള. ഷർട്ടും മുണ്ടും തേക്കാനേ ഒരുത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളോട് പറഞ്ഞാൽ മതി. ചുമ്മാ അതല്ല, മൂത്തരച്ച് മുതുക്കിനായിട്ട് ഇരിക്കേണ്ടി വന്ന്. മോളിൽ ഇനി മാലാക വരും. മാലാകൊന്നും ശരിയാവില്ല. ഇനി വരുവോ? ഹലോ മിസ്റ്റർ മാമച്ചൻ. നീയായിരുന്നോ? ഞാൻ വിചാരിച്ച എന്റെ കട്ടൗട്ടർ ചാരി വെച്ചിരിക്കുവാന്ന്. എന്താ ഈ വേഷത്തില്? അല്ല, നമുക്ക് പോട്ടെ. എങ്ങോട്ട്? ഡൽഹിക്ക്. അതിന് നിന്നെ ആരാ വിളിച്ചേ? അല്ല, മാമച്ചന് സഹായത്തിന്. അല്ലെങ്കിൽ അവളെ കാണുമ്പോ മാമച്ചൻ പതറിപ്പോ. പതറില്ല. പതറും. പതറില്ല. പതറും. പതറില്ല. എന്റെ പൊന്നു മാമച്ചൻ അങ്ങനെ പറയില്ല. അങ്ങനെ പറ. അമ്മയോട് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിയതാ. പെട്ടെന്ന് തിരിച്ചെന്ന് അമ്മയായിരിക്കും ഡൽഹിയുടെ അടുത്തം കാണാമെന്ന്. പക്ഷെ എന്റെ ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. അതോർത്ത് മാമച്ചൻ പേടിക്കണ്ട, ഞാനെവിടെയും തൂങ്ങി പിടിച്ചെന്നോളാം. ലെതറിന്റെയാ? ലെതർ അല്ല, ഖദർ. എന്താണേലും മാമച്ചന്റെ കെട്ടിപ്പിന് ഇതൊക്കെ ഓക്കെയല്ലേ? മുണ്ടാത്തിറ. ശ്വാസം വിട്. ആ ഗ്ലാസ് വെച്ച് മാറ്റി. ഇനി ഇത് പിടിക്ക്. ഇപ്പൊ ഞാൻ പഴയ ഞാനായില്ലേ? നിന്റെ ഒരു വലിപ്പം വെച്ച് ഇത്ര ആവശ്യമുള്ളൂ. വാ, ആ ബാഗ് എടു. കണി കൊള്ളാം. ദേ വരുന്ന നിങ്ങളുടെ പഴയ ലൈൻ. അപ്പൊ അറിയതിനെ കൊന്നിട്ടെങ്കിലും ഇവരെ കെട്ടേണ്ടതായിരുന്നു. ചുമ്മാ കാര്യമായിട്ട് എങ്ങോട്ടോ യാത്രയാണല്ലോ. ഞങ്ങളൊന്ന് ഡൽഹി. ഇവിടെ വരെ. ഇവിടെ വരെ എന്നാ എങ്ങോട്ട്? വന്നിട്ട് ഇത്ര ദിവസമായിട്ട് അമ്മച്ചിയൊന്നും വന്ന് കണ്ടില്ലല്ലോ. അങ്ങേരില്ലാത്ത നേരം നോക്കി ഇറങ്ങണ്ടേ? അതെ. മോളി, അന്ന് ഞാൻ പെണ്ണ് കാണാമെന്ന വിവരം അമ്മച്ചിയോട് പറയണ്ട. ഇല്ല, അങ്ങേരുടെ സ്വഭാവം അമ്മച്ചിന് അറിയാലോ. വിഷമം തോന്നരുത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാല്. ഞാൻ അടിപൊളി ഇതൊക്കെ വെറുതെ ആയില്ലേ. പോയേക്കോ. എന്തോ അടിക്കേസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. നിന്റെ പെങ്ങള് ജാൻസി. ഞാൻ വേണ്ട. അതേ എത്തി. ഒരു മിനിറ്റ്. നേരെ അങ്ങോട്ട് വരുവാ ചേട്ടാ. 2 ശാസ്ത്രമംഗലം. ബസ്സല്ല, ഓട്ടയാ. മാമച്ച, പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരുമോ? ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചുതരാം. ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അതിതായിരുന്നോ? മുന്നേ കണ്ടിട്ടുണ്ടോ? ചുമ്മാ ചുമ്മാ ഇരടാ.
അതേ നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞ് പോയാ പോരെ. നീ നിന്നോ, എനിക്ക് പോയിട്ട് എന്തോ ആവശ്യമുണ്ട്. ഇതന്നെ ശവപ്പറമ്പോ? ഉണ്ടായിരുന്ന ആ ജീവനുണ്ട് ജീവനുണ്ട്. അത്രേ 20. ബാക്കി വെച്ചോളൂ. എന്തോന്നും ബാക്കി, ഇത് 20 ഉള്ളൂ. ഓ ഞാൻ വരുന്നതും പ്രമാണിച്ച് വെച്ചായിരിക്കുമല്ലേ. നമ്മൾ തമ്മിൽ ഇതിലേക്ക് ആവശ്യമുണ്ടോ മാമച്ച? ഇങ്ങ് വന്നേ. അണികളെ, ഗോപിയില്ലേ എവിടെ? ആളകത്തുണ്ട്. റെസ്റ്റ് എടുത്തോളൂ. നേതാവ് പറഞ്ഞിട്ടില്ലേ, റെസ്റ്റ് എടുത്തോ, കിടന്നോ. വാ ഗോപി.